ഞാൻ ചിന്തിക്കും പോലെ ആയിരുന്നോ നിങ്ങളും ചിന്തിച്ചതെന്നൊന്ന് പറയണേ. ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചു എല്ലാവരും എൻ്റെ കൂടെയുണ്ട്, എല്ലാവരും എന്നും എൻ്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകും, എന്നെ താങ്ങാനും തലോടാനും ഒക്കെ സ്നേഹിക്കാനും ഒക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ഒരു 20 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മനസ്സിലാക്കി, കുറേയൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ജീവിതം ഒന്നും മുന്നോട്ട് പോവില്ല എന്നോരോ ഉപദേശങ്ങൾ നമ്മൾ കേൾക്കാനും തുടങ്ങി. ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നിങ്ങനെ പറയാനും തുടങ്ങി. അത് കഴിഞ്ഞ് 30 വയസ്സായപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കി, നമ്മൾ സ്വന്തം അധ്വാനിച്ചാലേ ഉള്ളൂ, ഇവരാരും കൂടെ കാണില്ല, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം, ഇല്ലെങ്കിൽ ഈ സപ്പോർട്ട് മാത്രമേ പുറകിൽ നിന്ന് വല്ലപ്പോഴും കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കി. ഒരു 45 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ജീവിതം എന്താണെന്നും ഇത് അത്ര നിസ്സാരമായ കാര്യമല്ല എന്നും ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ചാൽ മാത്രമേ എവിടെയെങ്കിലും എത്തുകയുള്ളൂ എന്നും മനസ്സിലായി. 50 വയസ്സായപ്പോഴാണ് മനസ്സിലായത്, ഇത്രയും കഠിനമായൊരു ജീവിതമാണോ നമ്മുടെ ഇനി മുന്നോട്ട് കിടക്കുന്നത്, ഇനി എന്ത് ചെയ്യും, ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ തീർക്കാനുണ്ട്, സമയം കടന്നു പോവുകയാണല്ലോ, എന്ത് ചെയ്യാൻ പറ്റും, അതിനിടയ്ക്ക് നമ്മളെ രോഗങ്ങളും കീഴ്പ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ ചെയ്യാനുള്ളത് ഒരു 30 വയസ്സ് തൊട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കായിട്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദ്യങ്ങൾ, കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുക, സന്തോഷത്തോടെ ഇരിക്കാനുള്ള ഒരു ഭാവി ജീവിതം നമ്മൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിലുണ്ടല്ലോ, വാർദ്ധക്യം ഭയങ്കര ദുഃഖകരമായിരിക്കും. ഒരു പെൻഷൻ കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ പെൻഷനാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സമ്പാദ്യം ഒരു 30 വയസ്സ് തൊട്ട് നമ്മൾ സമ്പാദിച്ച് വെക്കണം. അല്ലാത്തവരുടെ ജീവിതമുണ്ടല്ലോ ഭയങ്കര കഠിനമായിരിക്കും. മക്കളെ ആശ്രയിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ വെറുതെയാണ്. ഇന്നത്തെ കാലത്തെ കുട്ടികളോട് നമ്മളെ നോക്കണമെന്ന്, നമ്മുടെ പേരൻസിനെ നോക്കണമെന്ന് പറയാൻ പറ്റില്ല. അവരുടെ ജീവിതവും ഞാണിന്മേലുള്ള കളിയാണ്. കാരണം സ്ഥിരമായ ഒരു ജോലി അവർക്കും ഒരിടത്തും കിട്ടുകയില്ല. ഗവൺമെൻറ് ജോലി കിട്ടാൻ സാധ്യത കുറവുമാണ്. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, ശരിയാണോ ഞാൻ ചിന്തിച്ചത് എന്ന്.